ഞാനേ ഒരു പള്ളിയുടെ കിണറുന്നാണ് കേട്ടോ ഈ വെള്ളം കോരുന്നത്. നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാപ്പം ഇങ്ങനെ ഒരു ബക്കറ്റും കയറൊക്കെ ഇവിടെ എന്നുള്ളത്. ഇതിൻ്റെ പരിസരത്തുള്ള ഒരു വീട്ടുകാർക്ക് കുഴൽക്കിണർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പള്ളി കമ്മിറ്റി ചെയ്ത വലിയൊരു സേവനമാണിത്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഗേറ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രളയ സമയത്ത് ഇവിടുത്തെ പരിസര വീടുകളിലൊക്കെ വെള്ളം കയറിയ സമയത്ത് ഈ കിണറിലെ വെള്ളമായിരുന്നു അവരൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സേവനം ചെയ്ത ഈ പള്ളി കമ്മിറ്റി നമുക്ക് എന്തായാലും അഭിനന്ദിച്ചേ മതിയാവും. അപ്പോൾ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. ഈ പള്ളിയിൽ നമ്മൾ ഒരു വർഷം മുമ്പേ സോളാർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ പള്ളി കമ്മിറ്റി ഭാരവാഹികളോട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചോദിച്ചു തരാം. പള്ളിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ് നമ്മോട് കൂടെ ഉള്ളത്. അതിൻ്റെ എങ്ങനെ സോളാർ പ്ലാന്റ് വെക്കേണ്ട കാരണങ്ങളൊക്കെ അവരെന്നെ വിശദീകരിക്കും. നമ്മുടെ പള്ളി നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും സഹകരണത്തോട് കൂടിയിട്ടാണ്. ഓരോ പാവപ്പെട്ടവനും വലിയ പണക്കാരനുമായിട്ടുള്ള എല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു പള്ളി ആണ് ഇവിടുത്തെ ആവശ്യം ഇതാക്കിയിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചേക്കാളും അധികം ഫണ്ട് നമ്മളുടെ അടുത്ത് വന്നു. ഒരു 5 ലക്ഷത്തോളം നമുക്ക് ബാലൻസ് വന്നു. അപ്പോൾ നമ്മളത് ബാങ്കിലിട്ട് അത് പലിശ എന്നുള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ട് നിഷിദ്ധമായതുകൊണ്ട് വെറുതെ അത് ഒരു ഡെഡ് മണി ആയിട്ട് കിടക്കരുത് എന്നുള്ളൊരു ആശയം വരും. അപ്പോൾ ഇനി എന്ത് എന്നുള്ളത് പറയുമ്പോൾ ഏതായാലും നമുക്ക് കറണ്ട് ചാർജ് കൂടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നൊരു സോളാർ പാനൽ വെച്ചാൽ അത് പള്ളിക്കൊരു അസറ്റാവും ചെയ്യുമല്ലോ. ഈ പറഞ്ഞ പലിശനേക്കാളും കൂടുതൽ നമുക്ക് ഒരു വരുമാനമാവും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്നാൽ സോളാർ പാനൽ വെക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കൊട്ടേഷൻ ക്ഷണിച്ചു. അതിൽ ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാണ്ട്, അത് ആ കൊട്ടേഷനിൽ ഒരാൾക്കും തരാൻ പറ്റില്ല. അത് നമ്മുടെ നാട്ടുകാരനും കൂടി ആയിട്ടുള്ള നാസറിൻ്റെ ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു, അത് ചവിട്ടി പിടിച്ചിട്ട് നീ അത് തരണം, നീ എടുക്കണം എന്നുള്ള നിർബന്ധത്തിൽ. അതുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ലാഭം എന്ന് പറഞ്ഞാൽ ലാഭം തന്നെ ഇല്ല, അല്ലെങ്കിൽ അത് പള്ളിക്ക് വേണ്ടി എന്നുള്ളതിൽ മാത്രമാണ് നമുക്കത് വെച്ച് തന്നിട്ടുണ്ട്. എന്തായാലും അത് നല്ല പെർഫോമൻസാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു കൊല്ലം ആയിട്ടില്ല, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ എത്ര പൈസ നമുക്ക് കിട്ടുക എന്നുള്ളത് അറിയാം. പക്ഷേ എന്തായാലും നന്നായിട്ട് അത് കിട്ടുന്നുണ്ട്. നമുക്കൊരു 320 റുപ്യാണ് ഇപ്പോൾ മാസം അതിൻ്റെ കറണ്ട് ചാർജല്ല, എന്തൊരു ഫിക്സഡ് ചാർജായിട്ട് വരുന്നത്. എന്തായാലും ഇത്തരം ഫണ്ടുകളൊക്കെ ഉള്ള പള്ളികൾ ഏതായാലും നമുക്ക് അതൊക്കെ ഇങ്ങനത്തെ കാര്യത്തിൽ ഉപയോഗിച്ചാൽ അതൊരു മുതൽക്കൂട്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പള്ളി വളരെ സൗഹാർദ്ദമായിട്ട് ഇവിടെ ഉള്ള ജനങ്ങൾ, ഇവിടുത്തെ ആൾക്കാർ ഈ കൊടുത്ത് അതിൻ്റെ രീതിയിൽ നല്ലൊരു സംഖ്യ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾക്ക് ബാക്കിയായി കിട്ടേണ്ട ഒരവസ്ഥ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പലിശയ്ക്ക് കൊടുക്കണ്ടല്ലോ എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെയാണ് ഈ സോളാർ ഇവിടെ സ്ഥാപിക്കാൻ കാരണം. വളരെ നല്ല നിലക്ക് ഞങ്ങൾക്കിത് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്, നല്ല ഒരു രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സോളാർ പ്ലാന്റ് നിങ്ങളുടെ പള്ളികളിലോ സ്ഥാപനങ്ങളിലോ വീടുകളിലോ സ്ഥാപിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ബേയ്മെൻറ്റ് സോളാറുമായിട്ട് ബന്ധപ്പെടുക. ബേയ്മെൻറ്റ് സോളാറിന് കണ്ണൂരിൽ, അതുപോലെ തന്നെ മലപ്പുറത്ത്, പാലക്കാട്, എറണാകുളത്ത് വരെ ഷോറൂമുകളുണ്ട്.